ഗായ്സ്, ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗാണ്. വെക്കേഷനൊക്കെ ആയപ്പോൾ നമുക്ക് കസിൻസിൻ്റെയും ഫാമിലിൻ്റെയും ഒപ്പരൊക്കെ ഒരു ചെറിയൊരു ട്രിപ്പ് ആണ്. 2-3 ദിവസത്തേക്കാണ് ട്രിപ്പ് ഉള്ളത്. നമ്മൾ ഈ ട്രിപ്പിന് വന്നത് നമ്മളെ വയനാട്ടിലുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ്. അടിപൊളിയാണ്, നല്ല വൈബ് ഉള്ള റിസോർട്ടാണ്. ഈ റിസോർട്ട് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പഴയ ഒരു ഹോസ്പിറ്റലാണ്. ഇവര് റിസോർട്ടാക്കി എടുത്തതാണ്. ഒരു അടിപൊളി സ്ഥലമാണ്. ഭയങ്കര ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ സ്ഥലം. പിന്നെ ഇത് കൂടാതെ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഈ റിസോർട്ടിലേക്ക് ഇപ്പൊ നമ്മൾ 2-3 പ്രാവശ്യമായി വരും. നമ്മൾ എപ്പോൾ വെക്കേഷൻ ചൂസ് ചെയ്താലും നമ്മൾ ഇവിടെ വരല്ലേ. വാടേറ്റിയാണിത്. ഈ റിസോർട്ട് ഫുള്ളും തേയിലത്തോട്ടത്തിന്റെ ഒരു നടുവിലുള്ള ഒരു റിസോർട്ടാണ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ചുറ്റും നോക്കിയാൽ ഫുൾ തേയിലത്തോട്ടാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ സൺറൈസ് റൂം ഉണ്ട്. ഈ ഒരു റൂമാണ്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി സൺറൈസ് കാണാൻ പറ്റും. നമുക്ക് വയനാട് തന്നെ കുറച്ച് സ്ഥലം ചുറ്റി കാണാണ്ടേനു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഇവിടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓല തന്നെ നമുക്ക് പ്രിപ്പയർ ആക്കി തരും. അന്ന് നമുക്ക് പൂരിയും പിന്നെ പുട്ടും ബാജിക്കറിയും കടലക്കറിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോയി. അവിടെ തന്നെ ട്രക്കിംഗ് ഉണ്ട്. അവിടെ ഉള്ള ഒരു മലയിലാണ്. വൈകുന്നേരം പോയാൽ നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വൈകുന്നേരം നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാണ്ടായതുകൊണ്ട് അന്ന് നമ്മൾ പോയില്ല. പിന്നെ പോവാന്ന് കരുതി. അന്ന് നമ്മള് നേരെ ടീ ഫാക്ടറി കാണാനാ പോയത്. ഒരു പഴയ ബ്രിട്ടീഷ് കാലത്തൊക്കെ ഉള്ള ഒരു ടീ ഫാക്ടറിയാണ്. നല്ല പഴക്കമുണ്ട് ഈ ടീ ഫാക്ടറിക്ക്. അവിടുന്ന് നമ്മൾ എന്നിട്ട് കുറെ നേരം ഈ സാധനങ്ങളൊക്കെ നോക്കിയിരുന്നു. എന്നിട്ട് നമ്മൾ 2-3 ചായപ്പൊടിന്റെ പാക്കറ്റ് ഒക്കെ വാങ്ങിയിരുന്നു. ആ ഒരു പ്രദേശത്തുള്ള തേയില കൊണ്ടാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് പറഞ്ഞ്. നല്ല ഫ്രഷ് ആണ്. അത് ഈ വാടേറ്റി റിസോർട്ടിലത്തെ ആൾക്കാർ തന്നെ നമ്മളൊരു വാട്ടർഫാൾസിലേക്ക് കൊണ്ടുപോകും. ഓല റിസോർട്ടിൽ വന്ന ആൾക്കാരൊക്കെ വാട്ടർഫാൾസിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ പോയതാണ്. അവിടെ പോയപ്പോൾ നല്ല തണുത്ത വെള്ളമായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കളിക്കാനൊക്കെ. നമ്മളൊപ്പം കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാ പോയത്. ഉച്ചക്കത്തെ ഫുഡ് അവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നമ്മള് ഊണും ഓർഡർ ചെയ്തിട്ടുണ്ടേനും. പിന്നെ കുറച്ച് പേർക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടേനും. ഊണായാലും ബിരിയാണി ആയാലും അടിപൊളിയേനും. പിന്നെ ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയേനു. നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി. അതിൻ്റെ അപ്പുറം പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. അതിൽ പൊരിച്ച ചിക്കനാണ് ഉള്ളതും. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഒരു പാർക്കിലേക്കാണ് പോയത്. അവിടെ കുറെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല രസം ഉണ്ടായിരുന്നു സൈക്ലിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിലൊക്കെ കയറുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൽ കുറച്ചു നേരം എൻജോയ് ചെയ്ത് നമ്മള് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്ന്. പിന്നെ ഇവിടുന്ന് നമ്മള് രാത്രിയൊക്കെ ആയപ്പോൾ ഒരു അടിപൊളി മന്തിയൊക്കെ കഴിച്ച്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബായ്.